ന്യൂസ് ചാനലാണ്. തുണികളെല്ലാം നഷ്ടപ്പെട്ടു പോയോ? എല്ലാം നഷ്ടപ്പെട്ടു. മെഷീൻ ഒക്കെ എന്തായി? ഒന്ന് പറഞ്ഞാൽ അതീവ സങ്കടകരമായൊരു സ്ഥിതിയാണ് റാന്നിയെ സംബന്ധിച്ചിടത്തോളം. പടയൊഴിഞ്ഞ പടനിലം പോലെയാണ് റാന്നിയിൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം കിടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത്. എല്ലാ വർഷവും രണ്ടും തവണ ഇങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യപ്പെടേണ്ട, പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് റാന്നിയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാരികൾ. ഇതിന് അടിസ്ഥാനപരമായ കാരണം എന്താണ് കണ്ടെത്തണം. എന്തുകൊണ്ടാണ് റാന്നി ടൗണിലേക്ക് ഇത്രമാത്രം വെള്ളം കയറി? ഒരു ദിവസം കൊണ്ട്, മഴ പെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് റാന്നി പട്ടണം ഒരു തടാകമായി മാറുന്ന അവസ്ഥയ്ക്ക് എന്താണ് കാരണം? ആ കാരണമാണ് അന്വേഷിച്ച് പോകേണ്ടത്. അത് അന്വേഷിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരോടും ഇക്കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡാമുകളിലെ ചെളി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറച്ചിരിക്കുന്നു. അതുപോലെ പമ്പയാറ്റിൽ മണൽപ്പുറ്റും മണലും ചെളിയും നിറഞ്ഞ് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു. ഇതുമൂലം ചെറിയ മഴ പെയ്താലും നേരെ റാന്നി ടൗണിലേക്ക് വെള്ളം കടന്നു വരികയാണ്, സമയ പഞ്ചായത്തുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ ഭൂമിയുടെ ഡെവലപ്മെൻറ്റ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. തോടുകളെല്ലാം നിരത്തി, നമ്മുടെ മലകളെല്ലാം ഇടിച്ച് നിരത്തി കൊണ്ടുപോയിരിക്കുകയാണ്. പശ്ചിമഘട്ട മലനിരകൾ ഒട്ടുമിക്ക റാന്നിയിൽ അക്രമത്തിന് ഇരയായി. ഇതെല്ലാം ഈ പകർന്നു വരുന്നതിന് കാരണമാണ്. പക്ഷെ അതാണ് കാരണമെങ്കിലും രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇമ്മീഡിയറ്റായി ഈ വ്യാപാരികൾക്കും വീടുകളിൽ വെള്ളം കയറിയ വീടുകൾക്കും സ്വസ്ഥമായവർക്ക് ജീവിക്കാനും വ്യാപാരം നടത്താനും കഴിയുന്ന ഒരു സഹായമുണ്ടാകണം. ശാശ്വതമായി ഈ പ്രളയം റാന്നിയെ ബാധിക്കാത്ത വിധത്തിൽ ഒരു പാക്കേജ് ഉണ്ടാകും. ഇത് രണ്ടുമാണ് റാന്നിക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അത്
വലിയ തുക ആവശ്യമായിട്ട് വരുന്ന ഒരു പുനരധിവാസ പാക്കേജാണ്. ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീടുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് അവിടെ വീടുകളുടെ ക്ലീനിങ്ങും കടകളുടെ ക്ലീനിങ്ങും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കടകളിലെ ഇമ്മീഡിയറ്റ് ആവശ്യമില്ല. വെള്ളം ടാങ്കർ ലോറിയിൽ ഉടനെ എത്തിച്ചേരും. നിങ്ങൾക്ക് കഴുകാനൊക്കെ ഉള്ള സഹായം ചെയ്തു. നിങ്ങൾ പുറത്തുനിന്ന മാലിന്യങ്ങൾ ഇന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. എന്തൊക്കെ സഹായം ചെയ്യാമോ അതെല്ലാം ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ബാങ്കിൽ ചോദിച്ചാൽ മതി. ചെറിയ ലോണുണ്ട്. അതുകൊണ്ട് 1 ലക്ഷം രൂപ നഷ്ടം മൊത്തം ഒഴുകിപ്പോയി. വേണ്ട ഇത് ഫ്രിഡ്ജ്, ഫ്രീസറ്, കൂളറ്, അതൊരു അലമാരി എല്ലാം കംപ്ലീറ്റ് എല്ലാം ഒഴുകി കിടക്കായിരുന്നു. കടന്നുള്ള വരവല്ലായിരുന്നു. വെളുപ്പിനെ നാളത്തേക്ക് നമ്മൾ ഉണർന്നു വന്നപ്പോഴേക്കും മൊത്തം ചേട്ടാ ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? വെളുപ്പിനെ 4:30 വെള്ളം കയറി. നമ്മുടെ കടയുടെ മുൻവശം എല്ലാം മുങ്ങി. കടയ്ക്കകത്ത് കയറി മൊത്തം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മൊത്തം വേസ്റ്റായി. കംപ്ലീറ്റ് വെള്ളമായി. പിന്നെ നമുക്ക് പറക്കിയെടുക്കാമെന്ന് കുറേയൊക്കെ എടുത്തു. എന്നാലും 1 ലക്ഷം രൂപയുടെ നഷ്ടം. ഈ വെള്ളം വരും കയറാൻ സാധ്യത ഉണ്ടെന്നുള്ള ഏതെങ്കിലും മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നോ? ഒരു മുന്നറിയിപ്പ് കിട്ടായിരുന്നു. പെട്ടെന്ന് രാവിലെ എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇതുപോലെ വെള്ളം വരവാണ്. അത് കേട്ടപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നിറങ്ങി നോക്കിയപ്പോൾ ഇതുവരെ വെള്ളം വരുന്നു. നമ്മുടെ ഈ കടകളെ മുൻവശമായി. നേരം 4:30 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനമെല്ലാം പറക്കി മാറ്റാൻ തുടങ്ങി. കുറച്ചൊക്കെ മാറ്റി മുഴുവൻ പോയി. അതല്ല മൊത്തം സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ അല്ലേ. ഫ്രിഡ്ജ്, ഫ്രീസറ്, കൂളറ് അതേപോലുള്ള സാധനങ്ങളെല്ലാം അലമാരികളെല്ലാം പോയിട്ട്. നമ്മൾ എത്ര രൂപയുടെ നഷ്ടം വന്ന് കാണും? എനിക്ക് 1 ലക്ഷം രൂപ ആണല്ലേ. ഈ 2018 വെള്ളം കയറിയപ്പോൾ ചേട്ടന് നഷ്ടം ഉണ്ടായിരുന്നു? അത് അതിൽ കൂടുതലുണ്ടായിരുന്നു. അതിനേക്കാളും വേഗതയിലും അതിൽ രാത്രിയിലായിരുന്നു. രാത്രി നമുക്കൊരു 11:30 12 മണിയാകുമ്പോഴായിരുന്നു. ഇത് വെളുപ്പിനെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇത് ഇപ്പോൾ ശക്തമായ മഴ ഉണ്ടായത് കൊണ്ട് തന്നെയാണോ അതൊരു വേറെ? ഇവിടെ മഴ കുറവായിരുന്നു. പക്ഷേ കിഴക്കനേറിയ മഴ ഉണ്ടായിരുന്നാണ് പൊതുവെ പറയുന്നത്. നമ്മളിവിടെ മഴ ഇല്ലാഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ല. കാരണം പക്ഷെങ്കിൽ നമ്മളെന്നും കട അടയ്ക്കുന്ന ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അടച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിധിയിലേ ഇരുന്നുള്ളൂ. പക്ഷെങ്കിൽ വെള്ളം പൊങ്ങിയ വരെ വെളുപ്പിനെ 4:30 ആയപ്പോൾ നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. അന്നേരം നമ്മൾ അറിയിക്കും. അപ്പോൾ ഇനിയും മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും വെള്ളം കയറാൻ സാധ്യത ഉണ്ടെന്നായിരിക്കും. ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. കാരണം നല്ല ഉച്ചമല്ല. ഇവിടെ എല്ലാം വെള്ളം കയറുന്ന ഒരു മേഖലയല്ലേ. അപ്പോൾ ഉണ്ടായേക്കും. നമുക്കിപ്പോൾ തരണം ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യാം. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായധനം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം സഹായം വല്ലതും കിട്ടിയായിരുന്നോ? അന്ന് പറയത്ത പോലെ വലിയ സഹായമൊന്നും കിട്ടിയില്ല. കാരണം അന്നത്തെ സർക്കാർ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു സഹായമൊന്നും തന്നില്ല.
ആ ആ ഓക്കെ നിങ്ങളേത് ചാനലാ?